പുതിയ SCERT സിലബസ് പ്രകാരം 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം അധ്യായം 1 ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം ആ ചാപ്റ്ററിൽ തന്നിരിക്കുന്നത് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും വരികളാണ് തന്നിരിക്കുന്നത്. അത് നോക്കാം. മനുഷ്യരും മറ്റ് ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനുഷ്യരുടെ ബുദ്ധിശക്തിയാണെന്ന് കഴിഞ്ഞ കത്തിൽ കണ്ടുവല്ലോ. ബുദ്ധിശക്തി ഇല്ലായിരുന്നുവെങ്കിൽ വലിയ കാട്ടുജന്തുക്കൾ മനുഷ്യരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ആദിമ മനുഷ്യർക്ക് തൻ്റെ ശത്രുക്കളോട് പൊരുതാൻ പ്രത്യേകം ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അവയുടെ നേരെ കല്ലെറിയാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. പിന്നെ അവർ കല്ലുകൊണ്ട് മഴു, കുന്തം എന്നിവ പോലുള്ള ഉപകരണങ്ങളും കൽസൂചികളും ഉണ്ടാക്കാൻ പഠിച്ചു. ഇത്തരത്തിലുള്ള അനേകം ശിലായുധങ്ങൾ സൗത്ത് കെൻസിംഗ്ടൺ, ലണ്ടനിലാണ് കാഴ്ച ബംഗ്ലാവിലും കാണുകയുണ്ടായല്ലോ. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായി തിരിക്കുന്നു. ശിലായുഗം സ്റ്റോൺ ഏജ്, ലോഹയുഗം മെറ്റൽ ഏജ്. അതിൽ തന്നെ ശിലായുഗത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. പ്രാചീന ശിലായുഗം പാലിയോലിത്തിക് ഏജ്, മധ്യശിലായുഗം മെസോലിത്തിക് ഏജ്, നവീന ശിലായുഗം നിയോലിത്തിക് ഏജ്. ലോഹയുഗം അതായത് മെറ്റൽ ഏജിനെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. വെങ്കലയുഗം ബ്രോൺസ് ഏജ്, ഇരുമ്പ് യുഗം അയൺ ഏജ് എന്നിങ്ങനെ. ഇനി ശിലായുഗം സ്റ്റോൺ ഏജ് വിശദമായി നോക്കാം. ആദ്യകാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കല്ലുകൾ ഉപയോഗിച്ചാണ്. മാനവ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ശിലായുഗം എന്നാണ്. കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അതിൽ പ്രാചീന ശിലായുഗം പാലിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? പരുക്കൻ ശിലാ ഉപകരണങ്ങളായിരുന്നു എന്നതായിരുന്നു പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത. പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷതകൾ ലളിതമായ രൂപകൽപ്പന, പാലിയോസ് പ്രാചീനം, ലിത്തോസ് ശില എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് രൂപം കൊണ്ട പദമാണ് പാലിയോലിത്തിക്. പാലിയോസ് പ്രാചീനം, ലിത്തോസ് ശില എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് രൂപം കൊണ്ട പദം ഏതാണ്? പാലിയോലിത്തിക് ആണ്. ആദിമ മനുഷ്യരുടെ ജീവിതോപാധികളുമായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം. അവ പ്രകൃതിദത്ത കല്ലുകളിൽ നിന്നാണ് ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതുപോലെ അരികുകൾ മൂർച്ചയുള്ളതാണ്. പ്രാചീന ശിലായുഗം പാലിയോലിത്തിക് ഏജിനെ പറ്റിയാണ് പറഞ്ഞത്. പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത പരുക്കൻ ശിലാ ഉപകരണങ്ങളായിരുന്നു എന്നതാണ്. കൂടാതെ ലളിതമായ രൂപകൽപ്പനയും ഉണ്ടായിരുന്നു. പാലിയോസ് പ്രാചീനം, ലിത്തോസ് ശില എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് രൂപം കൊണ്ട പദമാണ് പാലിയോലിത്തിക്. ആദിമ മനുഷ്യരുടെ ജീവിതോപാധികളുമായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം. അവയാണ് പ്രകൃതിദത്ത കല്ലുകളിൽ നിന്നാണ് ഉപകരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ അരികുകൾ മൂർച്ചയുള്ളതാണ്. പരുക്കൻ ശിലാ ഉപകരണങ്ങൾ അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തിയത് അതുപോലെ രൂപമാറ്റം വരുത്തിയതും ക്രമവൽക്കരണം നടത്തിയതുമായിരുന്നു. യൂട്ടിലൈസേഷൻ പ്രയോജനപ്പെടുത്തൽ. ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് യൂട്ടിലൈസേഷൻ. അങ്ങനെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. കൂടാതെ രൂപമാറ്റം വരുത്തൽ ഫാഷനിങ്. ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് ഫാഷനിങ് അഥവാ രൂപമാറ്റം വരുത്തൽ. ക്രമവൽക്കരണം സ്റ്റാൻഡർഡൈസേഷൻ. ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയായിരുന്നു സ്റ്റാൻഡർഡൈസേഷൻ അഥവാ ക്രമവൽക്കരണം. ശിലായുഗത്തിന് ശേഷം വെങ്കലയുഗവും ഇരുമ്പ് യുഗവും ഉണ്ടെന്ന് സ്ഥാപിക്കുന്ന ആശയമാണ് ത്രിയുഗ സമ്പ്രദായം, 3 ഏജ് സിസ്റ്റം.
ശിലായുഗത്തിന് ശേഷം വെങ്കലയുഗവും ഇരുമ്പ് യുഗവും ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന ആശയമാണ് ത്രിയുഗ സമ്പ്രദായം അഥവാ 3 ഏജ് സിസ്റ്റം. ത്രിയുഗ സമ്പ്രദായം എന്ന ആശയം മുന്നോട്ട് വെച്ചത് PF സുഹം, ക്രിസ്റ്റൽ തോംസൺ, ഡാനിഷ് പണ്ഡിതന്മാരാണ്. ത്രിയുഗ സമ്പ്രദായം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഡാനിഷ് പണ്ഡിതന്മാരായ PF സുഹം, ക്രിസ്റ്റൻ തോംസൺ എന്നിവരാണ്. ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി തിരിച്ചത് ജോൺ ലുബോക്ക് 1863 ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി തിരിച്ചത് ജോൺ ലുബോക്ക് 1863 പ്രാചീന ശിലായുഗത്തെ 3 തരംതിരിച്ച ശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് ലാർട്ടൈറ്റ്. പ്രാചീന ശിലായുഗത്തെ 2 തരംതിരിച്ചത് ആരാണ്? ജോൺ ലുബോക്കാണ്. പ്രാചീന ശിലായുഗത്തെ 3 തരംതിരിച്ച ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ലാർട്ടൈറ്റ് ആണ്. എഡ്വേർഡ് ലാർട്ടൈറ്റ് പ്രാചീന ശിലായുഗത്തെ 3 തരംതിരിച്ചു എന്ന് പറഞ്ഞു. തരംതിരിച്ച രീതിയാണ് ആദ്യകാല പ്രാചീന ശിലായുഗം ലോവർ പാലിയോലിത്തിക് ഏജ്, മധ്യകാല പ്രാചീന ശിലായുഗം മിഡിൽ പാലിയോലിത്തിക് ഏജ്, പിൽക്കാല പ്രാചീന ശിലായുഗം അപ്പർ പാലിയോലിത്തിക് ഏജ്. എഡ്വേർഡ് ലാർട്ടൈറ്റ് പ്രാചീന ശിലായുഗത്തെ 3 തരംതിരിച്ചിരിക്കുന്നു. അദ്ദേഹം തരംതിരിച്ച രീതിയാണ് ആദ്യകാല പ്രാചീന ശിലായുഗം ലോവർ പാലിയോലിത്തിക് ഏജ്, മധ്യകാല പ്രാചീന ശിലായുഗം മിഡിൽ പാലിയോലിത്തിക് ഏജ്, പിൽക്കാല പ്രാചീന ശിലായുഗം അപ്പർ പാലിയോലിത്തിക് ഏജ്. ശിലായുഗത്തിൻ്റെ ഏറ്റവും പുതിയ വിഭാഗമാണ് മധ്യശിലായുഗം മിഡിൽ പാലിയോലിത്തിക് ഏജ്. ശിലായുഗത്തിൻ്റെ ഏറ്റവും പുതിയ വിഭാഗമാണ് മധ്യശിലായുഗം അഥവാ മിഡിൽ പാലിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യൻ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളെ പറ്റി നോക്കാം. അതുപോലെ ഉപകരണങ്ങളും അവയുടെ സവിശേഷതകളുമാണ് പറയുന്നത്. ഉരുളൻ കല്ലുപകരണങ്ങൾ, പെബിൾ ടൂൾസ് ഉപയോഗിച്ചിരുന്നത്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ആഫ്രിക്കയിലെ ഓൾട്ടുവായ് ഗോർജിൽ നിന്നും കണ്ടെത്തിയ ആദ്യകാല ശിലാ ഉപകരണങ്ങളാണ് ഈ ഉരുളൻ കല്ലുപകരണങ്ങൾ, പെബിൾ ടൂൾസ്. ഉരുളൻ കല്ലുകളെ കാര്യമായി രൂപമാറ്റം വരുത്താതെ ഉപകരണമായി ഉപയോഗിച്ചിരുന്നു. എന്തായിരുന്നു അതിൻ്റെ സവിശേഷതകൾ? പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യൻ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉരുളൻ കല്ലുപകരണങ്ങൾ, പെബിൾ ടൂൾസ്, ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ, ബൈഫേസ് കോർ ടൂൾസ്, കൽച്ചീൾ ഉപകരണങ്ങൾ, ഫ്ലേക്ക് ടൂൾസ്, വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ, ചോപ്പിംഗ് ടൂൾസ്, ബ്ലേഡ് സാങ്കേതിക രീതി. അതിൽ ഉരുളൻ കല്ലുപകരണങ്ങളുടെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. ആഫ്രിക്കയിലെ ഓൾട്ടുവായ് ഗോർജിൽ നിന്നും കണ്ടെത്തിയ ആദ്യകാല ശിലാ ഉപകരണമാണ്. കൂടാതെ ഉരുളൻ കല്ലുകളെ കാര്യമായി രൂപമാറ്റം വരുത്താതെ ഉപകരണമായി ഉപയോഗിച്ചിരുന്നു. ഇനി ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ, ബൈഫേസ് കോർ ടൂൾസിൻ്റെ സവിശേഷത എന്താണ്? മാതൃശിലകളുടെ ഇരുവശങ്ങളും ചെത്തിയെടുത്ത് നിർമ്മിക്കുന്ന ഉപകരണമാണ്. കൂടാതെ പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ദ്വിമുഖ മാതൃശില ഉപകരണം ബൈഫേസ് കോർ ടൂൾസിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? മാതൃശിലകളുടെ ഇരുവശങ്ങളും ചെത്തിയെടുത്ത് നിർമ്മിക്കുന്ന ഉപകരണമാണ്. കൂടാതെ പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി കൽച്ചീൾ ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യൻ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളിൽ ഒന്ന് ഫ്ലേക്ക് ടൂൾസ് അഥവാ കൽച്ചീൾ ഉപകരണങ്ങൾ. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? മാതൃശിലകളിൽ നിന്നും കൽച്ചീളുകൾ അടർത്തിയെടുത്ത് നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണ്. ലെവലോയ്സ് സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തിയും ചെറുതും ഭാരം കുറഞ്ഞതുമായ കൽച്ചീൾ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു. പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കൽച്ചീൾ ഉപകരണങ്ങൾ, ഫ്ലേക്ക് ടൂൾസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മാതൃശിലകളിൽ നിന്നും കൽച്ചീളുകൾ അടർത്തിയെടുത്ത് നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണ്. ലെവലോയ്സ് സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തിയും ചെറുതും ഭാരം കുറഞ്ഞതുമായ കൽച്ചീൾ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു. പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ഉപകരണമാണ് വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ, ചോപ്പിംഗ് ടൂൾസ്. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മൂർച്ചയുള്ളതും വലുതും ഭാരമുള്ളതും വെട്ടുവാനും മുറിക്കുവാനും ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളാണ് ഇവ.
ഇന്ത്യ ഉൾപ്പെടെയുള്ള തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇവ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ, ചോപ്പർ ചോപ്പിംഗ് ടൂൾസിന്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണ്? മൂർച്ചയുള്ളതാണ്, വലുതും ഭാരമുള്ളതും വെട്ടുവാനും മുറിക്കുവാനും ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളുമാണ്. കൂടാതെ ഇന്ത്യ ഉൾപ്പെടെയുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇവ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. ഇനി അടുത്ത വ്യത്യസ്ത ഉപകരണത്തിൽ പെടുന്നതാണ് ബ്ലേഡ് സാങ്കേതിക രീതി. എന്താണ് അതിൻ്റെ സവിശേഷത? വിവിധ തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മൂർച്ചയുള്ള ഉപകരണങ്ങളാണ്. ഓരോ വ്യത്യസ്ത ആവശ്യത്തിനും അതിനാവശ്യമായ സവിശേഷ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു. ബ്ലേഡ് സാങ്കേതിക രീതിയിൽ പറയുന്നത് വിവിധ തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മൂർച്ചയുള്ള ഉപകരണങ്ങളാണ്. ഓരോ വ്യത്യസ്ത ആവശ്യത്തിനും അതിനാവശ്യമായ സവിശേഷ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു എന്നതാണ്. മാതൃശിലകളും കൽച്ചീളുകളും, കോർ ആൻഡ് ഫ്ലേക്സ്. ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ കഷ്ണത്തിനെയാണ് മാതൃശില അഥവാ കോർ എന്ന് പറയുന്നത്. കല്ല് പൊടിക്കുമ്പോൾ ലഭിക്കുന്ന ചെറിയ കഷ്ണങ്ങളാണ് കൽച്ചീളുകൾ അഥവാ ഫ്ലേക്സ്. മാതൃശില കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണ് മാതൃശില ഉപകരണങ്ങൾ. കൽച്ചീളുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണ് കൽച്ചീള് ഉപകരണങ്ങൾ. പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ മനുഷ്യർ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് അസ്ഥികളായിരുന്നു. അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളാണ് പിളർപ്പുള്ള അസ്ഥിമുന, സ്പ്ലൈറ്റ് ബേസ്ഡ് ബോൺ പോയിന്റ്, കുന്തമെറിയുന്ന ഉപകരണം സ്പിയർ ത്രോവർ, ചാട്ടുളി, ബോൺ ഹാർപ്പൺ. പ്രാചീന ശിലായുഗത്തിൽ ഉണ്ടായിരുന്ന ഉപകരണ നിർമ്മാണ പാരമ്പര്യങ്ങളുടെ എണ്ണം 5. പ്രാചീന ശിലായുഗ കല. പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ ലളിതമായ ഒഴുക്കൻ വരകളും കോറിയിട്ട ചിത്രങ്ങളും ശില്പങ്ങളുമായിരുന്നു. പ്രാചീന ശിലായുഗ കലാസൃഷ്ടികൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഗുഹകളിലാണ്. പ്രാചീന ശിലായുഗ കലാസൃഷ്ടികൾക്ക് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് കല്ല്, ആനക്കൊമ്പ്, അസ്ഥി തുടങ്ങിയവ. കലാസൃഷ്ടികളുടെ പ്രധാനമായും കാണപ്പെട്ടിരുന്നത് കലാസൃഷ്ടികളുടെ പ്രധാനമായും കാണപ്പെട്ടിരുന്നത് കൊത്തുപണികളുടെ രൂപത്തിലായിരുന്നു. ഇനി ഗുഹാകലകൾ, കേവ് ആർട്ടിനെ പറ്റി നോക്കാം. ഇപ്പൊ നമ്മൾ പ്രാചീന ശിലായുഗം പാലിയോലിത്തിക് ഏജിനെ പറ്റി മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയുന്നതാണ്. ഗുഹാകലകൾ, കേവ് ആർട്ട്. ഗുഹാകലകൾ രചിക്കപ്പെട്ട കാലഘട്ടം BCE 35,000-നും BCE 10,000-നും മധ്യയാണ്. ഗുഹാകലകൾ രചിക്കപ്പെട്ട കാലഘട്ടം. ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് ഓരോ പോയിന്റും റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. ഗുഹാകലകൾ രചിക്കപ്പെട്ട കാലഘട്ടം BCE 35,000-നും BCE 10,000-നും മധ്യയാണ്. ഗുഹാകലകൾ ഏറ്റവും അധികം കണ്ടെത്തി പഠനം നടത്തിയ രാജ്യങ്ങളാണ് സ്പെയിനും ഫ്രാൻസും. ശ്രദ്ധിക്കുക, ഗുഹാകലകൾ ഏറ്റവും അധികം കണ്ടെത്തി പഠനം നടത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സ്പെയിനും ഫ്രാൻസും ആണ്. ഗുഹാകലകളിൽ പ്രധാനപ്പെട്ടവ വിരലുകൾ കൊണ്ടുള്ള ഒഴുക്കൻ വരകൾ, കളിമണ്ണിൽ മെനഞ്ഞ രൂപങ്ങൾ, രേഖാചിത്രങ്ങൾ, 2-3 വർണ്ണങ്ങൾ നൽകിയ ചിത്രങ്ങൾ, ചിഹ്നങ്ങൾ, മൃഗങ്ങളുടെ ചിത്രങ്ങൾ എന്നിവയാണ്. ഗുഹാകലകളിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്? വിരലുകൾ കൊണ്ടുള്ള ഒഴുക്കൻ വരകൾ, കളിമണ്ണിൽ മെനഞ്ഞ രൂപങ്ങൾ, രേഖാചിത്രങ്ങൾ, 2-3 വർണ്ണങ്ങൾ നൽകിയ ചിത്രങ്ങൾ, ചിഹ്നങ്ങൾ, മൃഗങ്ങളുടെ ചിത്രങ്ങൾ എന്നിവയാണ്. ഗുഹാകലകളിൽ കൂടുതലായി കാണപ്പെട്ടിരുന്ന മൃഗങ്ങൾ കുതിരയും കാട്ടുപോത്തുമാണ്. ഗുഹാകലകളിൽ കൂടുതലായി കാണപ്പെട്ടിരുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? കുതിരയും കാട്ടുപോത്തുമാണ്. മൃഗങ്ങളുടെ ചിത്രങ്ങൾ ലഭ്യമായ ഗുഹകൾക്ക് ഉദാഹരണമാണ് ഷോവെ, ലാസ്കോ എന്നീ സ്ഥലങ്ങൾ, എന്നീ ഗുഹകൾ എവിടെയാണ്? ഫ്രാൻസിലായിരുന്നു. മൃഗത്തിൻ്റെയും സ്ത്രീകളുടെയും കോറിയിട്ട രൂപം കണ്ടെത്തിയ ഗുഹകൾ കുസാക്ക് ഗുഹയാണ്. ഈ കുസാക്ക് ഗുഹയും എവിടെ തന്നെയാണ്? ഫ്രാൻസിൽ തന്നെയാണ്. വീനസ് പ്രതിമ കണ്ടെത്തിയത് സറൈസ്ക്, റഷ്യയിലാണ്. വീനസ് പ്രതിമ കണ്ടെത്തിയത് സറൈസ്ക്, റഷ്യ. ശ്രദ്ധിക്കുക, ഗുഹാകലകളിൽ കൂടുതലായി കാണപ്പെടുന്ന മൃഗങ്ങൾ കുതിര, കാട്ടുപോത്ത് എന്നിവയാണ്. മൃഗങ്ങളുടെ ചിത്രങ്ങൾ ലഭ്യമായ ഗുഹകൾക്ക് ഉദാഹരണമാണ് ഷോവെ, ലാസ്കോ, അത് ഫ്രാൻസിലാണ്. മൃഗത്തിൻ്റെയും സ്ത്രീകളുടെയും കോറിയിട്ട രൂപം കണ്ടെത്തിയ ഗുഹകൾ കുസാക്ക് ഗുഹയിലാണ്, ഇതും ഫ്രാൻസിൽ തന്നെയാണ്. വീനസ് പ്രതിമ കണ്ടെത്തിയത് സറൈസ്ക്, റഷ്യയിലാണ്. ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും അനുഷ്ഠാനവുമായോ വിശ്വാസവുമായോ ബന്ധമുള്ളവയാണ്.
ഗുഹകളിലേതിന് സമാനമായ കലാസൃഷ്ടികൾ പാറക്കെട്ടുകൾ പോലെ തുറന്ന സ്ഥലത്തും അക്കാലത്തെ മനുഷ്യർ രൂപപ്പെടുത്തിയിരുന്നു. എന്നാൽ തുറന്ന പ്രതലമായതിനാൽ അവയ്ക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കാനായില്ല. ഇനി ഗുഹാചിത്രങ്ങളുടെ സവിശേഷതകൾ നോക്കാം. ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ചെടികൾ, മരത്തിന്റെ തോല്, കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽപ്പടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത്. ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരുന്നതായി കാണാൻ കഴിയും. പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിന്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും തെളിവായി ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും കണക്കാക്കപ്പെടുന്നു. ഇനി അടുത്തതായി ജംഗമ കലാനിർമ്മിതി. മൃഗക്കൊമ്പുകൾ, ദന്തങ്ങൾ, കല്ലുകൾ, അസ്ഥി മുതലായവയിൽ കൊത്തിവെച്ച ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാവുന്ന ചെറിയ കലാനിർമ്മിതികളാണ് ജംഗമ കലാനിർമ്മിതികൾ. ജംഗമ കലാസൃഷ്ടികളിൽ ഉൾപ്പെട്ടവ മൃഗങ്ങളുടെ രൂപങ്ങൾ, വ്യത്യസ്ത പ്രായത്തിലും രൂപത്തിലുമുള്ള സ്ത്രീ രൂപങ്ങൾ, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ എന്നിവയാണ്. കാലം കടന്നു പോകുന്നത് മനസ്സിലാക്കാൻ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രധാന മാർഗം ചന്ദ്രനിരീക്ഷണമായിരുന്നു. 1000-ലേറെ അടയാളങ്ങൾ ഉൾപ്പെട്ട ഒരു അസ്ഥിയിലുള്ള ചിത്രീകരണം ചന്ദ്ര കലണ്ടർ ആയിരിക്കാം എന്ന് പണ്ഡിതന്മാർ കണക്കാക്കുന്നു. ജംഗമ കലാനിർമ്മിതിക്ക് ഉദാഹരണങ്ങളാണ് ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം സറൈസ്ക്, റഷ്യയിലാണ്. ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം കൂടാതെ സറൈസ്ക്, അതൊക്കെ റഷ്യയിലാണ്. സ്പെയിനിലെ ലാഗാർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ, ഇതൊക്കെ ജംഗമ കലാനിർമ്മിതിക്ക് ഉദാഹരണങ്ങളാണ്. ബാൻഡുകൾ, 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ. രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത്. എന്താണ് ബാൻഡുകൾ? 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ. രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത്. ഇനി പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യജീവിതത്തിന്റെ പ്രത്യേകതകൾ നോക്കാം. പരുക്കൻ കല്ലുപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു. വേട്ടയാടൽ, ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗങ്ങൾ. ബാൻഡുകൾ, പറ്റങ്ങളായിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം. പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ഭക്ഷണം സംഭരിച്ച് വച്ചിരുന്നില്ല. നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. ഒമ്പതാം ക്ലാസ്സിലെ അധ്യായം 1 ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന പാഠഭാഗത്തിലെ ശിലായുഗത്തെ 3ആയി തരംതിരിച്ചതിൽ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ തരംതിരിച്ചതിൽ പ്രാചീന ശിലായുഗം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ ക്രമമായി ഒരു പ്ലേലിസ്റ്റിൽ, അതായത് ക്ലാസ് ന്യൂ SCERT സിലബസ് ക്ലാസ് 9 സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ ക്രമത്തിൽ പാർട്ടുകളായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.